ഇത് തീർച്ചയായും രാഷ്ട്രീയമായൊരു തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇവിടെ കോൺഗ്രസ് വളരെ തുടക്കം മുതലെടുത്ത ഒരു സമീപനമുണ്ട്. നമുക്ക് വേണമെങ്കിൽ BJPയുടെ അല്ലെങ്കിൽ CPMന്റെ മുൻകാല ഉദാഹരണങ്ങൾ പറഞ്ഞ് ഇതിനെ വേണമെങ്കിൽ ലഘൂകരിക്കാൻ ശ്രമിക്കാം. അവരങ്ങനെയാണ് ചെയ്തത്, ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. മുകേഷിന്റെ കാര്യത്തിലുണ്ടായത്, ശശിയുടെ കാര്യത്തിലുണ്ടായത്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് കൃത്യമായ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഒരു രൂപീകരണം എന്ന് തന്നെ പറയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. വളരെ തുടക്കം മുതൽ കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്താ, എത്ര ഉന്നതനായ നേതാവാണെങ്കിലും നടപടി ഉണ്ടാക്കും. ഞങ്ങളെ കാര്യത്തിൽ പൊളിറ്റിക്കലായ റിസ്ക് എടുക്കാൻ തയ്യാറാണെന്ന് നേരത്തെ സംസാരിച്ചത് ആരാണെന്നറിയില്ല. തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെരഞ്ഞെടുപ്പ് നടത്താവുന്ന സാഹചര്യമാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ പോലും അതിനെ അഭിമുഖീകരിക്കാൻ, ജനങ്ങളെ നേരിടാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാണ്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്നുള്ള കൃത്യമായ സന്ദേശമാണ്, ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് തന്നെയാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു കോൺഗ്രസുകാരൻ എന്നുള്ള അല്ലെങ്കിൽ ഒരു MLA എന്നുള്ളതിന്റെ ആനുകൂല്യത്തിൽ ഈ പാർട്ടിയുടെ ക്യാപിറ്റലിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തി ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ അതിന് പരിരക്ഷിക്കേണ്ട ബാധ്യത പാർട്ടിക്കില്ല. പാർട്ടി ഒരു ഘട്ടത്തിൽ പരിരക്ഷിക്കാൻ ശ്രമിക്കില്ല. ഇതിൽ കുറ്റവിമുക്തനാണ് എന്ന് തെളിയിക്കേണ്ടത് ഈ പറയുന്ന വ്യക്തിയുടെ ബാധ്യത മാത്രമാണ് എന്നുള്ള രാഷ്ട്രീയമായ സന്ദേശമാണ് പാർട്ടി കൊടുക്കുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ അനൂപ് വിആർ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.